പെട്ടകത്തിൽ സിംഹവും ശാന്തനാകും. നോഹയുടെ പെട്ടകത്തിനകത്ത് പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, സിംഹമുണ്ട്. സിംഹം പെട്ടകത്തിനകത്തിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയാകാം. സിംഹം പുറത്ത് ഗർജിക്കുന്നതാണ്, കടിച്ചു കീറുന്നതാണ്, ചെറിയ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കടിച്ചു കീറി തിന്നുന്നതാണ്. തൊട്ടടുത്തിരിക്കുന്ന ആട് പുറത്ത് തനിക്ക് ഇരയാണ്, തനിക്ക് കഴിക്കാനുള്ള മാംസകഷ്ണമാണ്. പക്ഷെ അകത്ത് ഗർജിക്കാനോ അകത്ത് കടിച്ചു കീറാനോ കഴിയില്ല. പുറത്തെ പ്രളയത്തിൽ നിന്നും അപകടത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ദൈവം അകത്ത് കയറ്റിയ പെട്ടകത്തിനകത്ത് നന്നായി സ്നേഹത്തോടെ കരുതലോടെ എൻ്റെ ഇരയല്ല, എൻ്റെ കൂട്ടു സഹോദരനാണെന്ന നിലയിൽ ഇരുന്നാൽ മാത്രമേ പുറത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന കൂട്ടു സഹോദരനെ ഇരയായിട്ടോ കടിച്ചു കീറുന്നവനായിട്ടോ നിന്ദിതനാക്കുന്നവനായിട്ടോ അല്ല, എൻ്റെ കൂട്ടു സഹോദരനാണെന്ന് ഉള്ള ഉറച്ച ദൃഢനിശ്ചയത്തിൽ നിന്നാൽ മാത്രമേ പുറത്തെ പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടാൻ കഴിയൂ. അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.